ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്ന് ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ദൈവകൃപയാൽ അല്ലാതെ, ദൈവഹിതത്താൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത്, ആ ദൈവമാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച്, നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്നത്, നമ്മുടെ ദിവസങ്ങളിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. പ്രകാരം ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനങ്ങളെ ആസ്പദമാക്കിയാണ്. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആപ്തവാക്യം തീം എന്ന് പറയുന്നത് ബെറ്റർ എന്നാണ് എന്ന് കാണുവാൻ സാധിക്കാം. കർത്താവായ യേശു ക്രിസ്തു എല്ലാത്തെക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠനാണ് എന്ന് ഈ പുസ്തകം വരച്ചു കാട്ടുന്ന ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ജനങ്ങൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ പഠിപ്പിച്ചതുപോലെ തന്നെ ഈ നാളുകളിലും പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം വായിച്ച് പഠിച്ച് ക്രിസ്തു എപ്രകാരമാണ് മറ്റേതിനേക്കാളും ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന്, ആ ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോൾ ക്രിസ്തു ഇന്ന് ഒരു ശ്രേഷ്ഠ മനുഷ്യനാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. തിരുവചനം ഇപ്രകാരം പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായി തീർന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നതാ. ഇവിടെ തിരുവചനം പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൊണ്ട് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപം ധരിച്ച ദ ഗ്രേറ്റ് ഹ്യൂമൻ, ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന്. തുടർന്ന് തിരുവചനം പറയുന്നു, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുന്നതിന് വേണ്ടിയല്ല കർത്താവായ യേശു ക്രിസ്തു വന്നത്, അബ്രഹാമിൻ്റെ സന്തതിയെ, മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു വന്നത് എന്ന് തിരുവചനം പറയുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, അടിയങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച, അടിയങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനുഷ്യരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മ ശക്തി അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. യെശയ്യാ പ്രവാചകൻ ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനത്തെക്കുറിച്ച് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന്. ദൈവം നമ്മോട് കൂടെ, സദാകാലത്തും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ പോകുന്നു. ആ ദൈവം നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്നും തിരുവചനം പറയുന്നു. ഇതേ കാര്യം നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കാം. കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചു.
ആ ഇമ്മാനുവേൽ മാനവകുലത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനിരിക്കുക കൊണ്ട് ആ ഇമ്മാനുവേലിനെ യേശു എന്ന് പേർ വിളിച്ചു എന്ന് തിരുവചനം പറയുന്ന. അപ്പോൾ ദൈവം നമ്മോട് കൂടെ സദാകാലത്തും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥലത്താക്കി വച്ചിരിക്കുന്ന ദൈവിക സാന്നിധ്യം സദാസമയത്തും നിലനിൽക്കുന്ന ഇടം. തിരുവചനം പറയുന്നു, ഓരോ വെയിലാറിയ സമയത്തും അല്ലെങ്കിൽ ഓരോ ദിവസത്തിൻ്റെ ആരംഭവേളയിലും ഓരോ സന്ധ്യായാമത്തിങ്കല് സ്വർഗത്തിലെ ദൈവം ആദമിൻ്റെയും ഹവ്വയുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്നു അവരോട് സംവാദിച്ചിരുന്നു, അവരോട് ആശയവിനിമയം നടത്തിയിരുന്നു, അവരുമായിട്ട് അഭേദ്യമായ ഒരു സ്നേഹത്തിൽ നിലനിന്നിരുന്നു. ദൈവം നമ്മോടുകൂടെ സദാസമയത്തും ആദമിനോടും ഹവ്വയോടും കൂടെ വസിച്ചിരുന്ന ദൈവം. എന്നാൽ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വേളയില്ല, മനുഷ്യനോടുകൂടെ വസിക്കുവാൻ വാഞ്ചയോടെ ഇറങ്ങി വന്ന വേളയില്ല, മനുഷ്യൻ പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെടുത്തി നഗ്നരായി തീർന്ന ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്ന് തിരുവചനം പറയുന്ന. അങ്ങനെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു, ആദമേ നീ എവിടെ, ആദമേ നീ എവിടെയെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ച വിളി കേട്ട് ആദം പറഞ്ഞു, നമ്മൾ നഗ്നരാകൊണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ ഒളിച്ചിരിക്കുന്നു, അങ്ങയെ ഫേസ് ചെയ്യുവാൻ, അങ്ങയെ കാണുവാൻ നമ്മൾ മടിയായിരിക്കുന്നു, ഭയം പൂണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭയം പൂണ്ട് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെ ദൈവം പ്രതിവിധികളോടെ വീണ്ടെടുക്കുന്നതായിട്ടുള്ള ഒരു രക്ഷകനെ, മശിഹയെ അവർക്ക് പ്രദാനം ചെയ്യുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മശിഹയെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വാക്തത്വ മശിഹ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച പിശാചിൻ്റെ തല തകർക്കുമെന്നുള്ള വാക്തത്വം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ദൈവം പറയുന്നു, ഞാൻ സദാസമയത്തും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനം 400 വർഷത്തെ അടിമ ജീവിതത്തിന് ശേഷം വാഗ്ദത്ത ദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം മോശയെ സീനായി മാമലയിലേക്ക് വിളിച്ച് മോശയോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് ദൈവം അവിടെ കാണിച്ചു കൊടുക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സദാസമയത്ത് മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അകന്ന മനുഷ്യൻ, ദൈവിക സാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ അങ്ങനെ വിടുവാൻ ആഗ്രഹിക്കാതെ ദൈവം വാഗ്ദത്ത മശിഹയെക്കുറിച്ച് വാഗ്ദത്തം ചെയ്തു. കാലസമ്പൂർണതയിൽ ആ വാഗ്ദത്ത മശിഹ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പേ വീണ്ടും ദൈവം വാഞ്ചിക്കുന്നു മനുഷ്യനോട് കൂടെ വസിക്കുവാൻ. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവകൽപ്പനകൾക്ക് മുകളിൽ, നിയമപ്പെട്ടകത്തിന് മുകളിൽ, കൃപാസനത്തിൻ്റെ മധ്യത്തിൽ, കെരൂബുകൾ, മറയ്ക്കുന്ന കെരൂബുകളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വസിച്ചു. അതേ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. സദാകാലത്തും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം കാലസമ്പൂർണതയിൽ വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച പിതാവായ ദൈവത്തോടുള്ള സമത്വത്തെ വെടിഞ്ഞ ദാസരൂപമെടുത്ത മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് തിരുവചനം പറയുന്ന. അങ്ങനെ ഇറങ്ങി വന്ന ആ ദൈവത്തെ, ക്രിസ്തുവിനെ, പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: മക്കൾ ജഡരക്തത്തോടു കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന്. തുടർന്ന് പറയുന്നു, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൊണ്ട്, മക്കൾക്ക് വീഴ്ച ഭവിക്കുന്നതായിട്ടുള്ള ഒരു ശരീരം ഉണ്ടായതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവ അപ്രകാരത്തിൽ ജഡരക്തങ്ങളോട് കൂടിയ ശരീരത്താൽ
പാപത്താൽ നിബന്ധിക്കുവാൻ സാധ്യതയുള്ള ബലഹീനമായ ശരീരത്തോടു കൂടെ ഈ പാപഭംഗിലമായ ലോകത്തേക്ക് ഇറങ്ങി വന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതേ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാപമൊഴികെ മറ്റെല്ലാത്തിലും നമുക്ക് സമനായ ക്രിസ്തു. ഈ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ രേഖപ്പെടുത്തി, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന്. എന്താണ് പാപമെന്ന് തിരുവചനം പറയുന്നു? ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ലോ ഈസ് സിൻ. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. അങ്ങനെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ ആ പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു. ഒരു കൽപ്പനകളും ലംഘിച്ചിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു. കാരണം ആ ക്രിസ്തു പാപം ചെയ്താൽ ആ ക്രിസ്തുവിന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കില്ല. കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീണ് തീരും, അവസാനിക്കുമെന്ന് ആ ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ക്രിസ്തു ഉപമകളായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാപമില്ലാത്ത, ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ യാഗമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. പാപമില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യനെ, മറ്റുള്ളവരെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു, ദ ഗ്രേറ്റ് ഹ്യൂമൻ, ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യനായി പാപമില്ലാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു എന്ന് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തുവിന് വേണമെങ്കിൽ ഒരു ദിവസത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് യാഗമായി തീർന്ന് തിരിച്ചു സ്വർഗത്തിലേക്ക് കടന്നു പോകാമായിരുന്നു. എന്നാൽ അപ്രകാരത്തിലുള്ള യാഗം അത് സ്വീകാര്യമല്ല എന്ന് കാണുവാൻ സാധിക്കാം. ഊനമില്ലാത്തൊരു കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ച് പാപം ചെയ്യാതെ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണം ഈ ലോകത്തിന് നൽകിയത് പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തു അറിയപ്പെടുവാൻ ആഗ്രഹിച്ച നാമം മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ ജീവിച്ച, മനുഷ്യരുടെ ഇടയിൽ പാർത്ത, മനുഷ്യരോടൊപ്പം അധിവസിച്ച, മനുഷ്യനെ പോലെ ജീവിച്ച, എന്നാൽ പാപം മാത്രം ചെയ്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച, പിതാവിൻ്റെ ഹിതം ചെയ്തു, പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച. നമ്മൾ സീനായ് മാമലയിൽ ദൈവിക കൽപ്പനകളെ നൽകിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടെ എലൻ വൈറ്റിൻ്റെ എഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, പുത്രനായ ക്രിസ്തുവിനോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സീനായ് മലയിൽ ഉണ്ടായിരുന്നു എന്ന് എലൻ വൈറ്റ് രേഖപ്പെടുത്തുന്നു. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. കാരണം ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ നിയമം, ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം, ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന നിയമസംഹിതകളായിരിക്കുന്ന ദൈവകൽപ്പനകളെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് നൽകുന്ന വേളയിൽ ദൈവിക സാന്നിധ്യം പിതാവും പുത്രനും ഉണ്ടായിരുന്നു. ആ പിതാവും പുത്രനും ഒരുമിച്ചാണ് മനുഷ്യനെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി, ലോകത്ത് നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് വരുന്നത് എന്ന് തിരുവചനം പറയുന്നു. കാരണം കയ്യഫാവും ഖന്നാവും കർത്താവ് യേശു ക്രിസ്തുവിനെ ന്യായവിസ്താരത്തിൽ വിധിക്കുന്ന വേളയിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവോ 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 എന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവിടെ ഒക്കെയും മൗനം ഭജിക്കുന്നു. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കയ്യഫാവിനോട് പറഞ്ഞു, യെസ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു, അതിന് ഞാൻ നിനക്ക് തെളിവ് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ഞാൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് പുത്രൻ വരുന്നത് നീ കാണുമെന്ന് കർത്താവായ യേശു ക്രിസ്തു കയ്യഫാവിനോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്പോൾ ദൈവകൽപ്പനകൾ നൽകുന്ന സമയത്ത് പിതാവിൻ്റെ സാന്നിധ്യം പുത്രനോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പവും പിതാവ് ഉണ്ടാകുമെന്ന് കയ്യഫാവിനോട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 33.5 വർഷക്കാലം പാപരഹിതമായൊരു ജീവിതം നയിച്ച ആ ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന വേളയിൽ
ഇതേ പിതാവായ ദൈവം ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും പുത്രന്റെ മേലിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ പിതാവിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട പുത്രനായ ക്രിസ്തുവിൻ്റെ മേലിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും വീണ സമയത്ത് ഗെത്സമനയിൽ അത് വഹിക്കുവാൻ കഴിയാത്ത വിധം കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു എന്ന് ആ ഗെത്സമനയുടെ അനുഭവത്തിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ലോകത്തിൻ്റെ സകല പാപവും പേറി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ തൻ്റെ 53-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ടാൽ ആളറിയാത്ത വിധം വികൃതമായി തീർന്നു ക്രിസ്തു എന്ന്. ആ ക്രിസ്തു വരണ്ട നിലത്തെ ഇളയ തൈ പോലെയായി തീർന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. കാരണം പാപത്തിൻ്റെ കാഠിന്യം അത്രത്തോളം വലുതാണ്. ആ പുത്രനായ ക്രിസ്തു ഒറ്റയ്ക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ചുമന്നു. അങ്ങനെ മുഴുവൻ പാപഭാരവും തൻ്റെ ചുമലിലായപ്പോൾ ആ പുത്രനായ ക്രിസ്തുവിന് അത് വഹിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള സാഹചര്യമുണ്ടായപ്പോൾ ആ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന്. ശ്രേഷ്ഠ ഹ്യൂമൻ, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യപുത്രൻ ഇവിടെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. എന്നാൽ പിതാവായ ദൈവത്തിന് അത് അസാധ്യമാണ്. പുത്രനായ ക്രിസ്തു അത് വഹിച്ചെങ്കിൽ മാത്രമേ മാനവകുലത്തിന് ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളൂ, മാനവകുലത്തിന് പാപത്തിൽ നിന്നും വിടുതൽ ഉണ്ടാവുകയുള്ളൂ, മോചനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം കൈവിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ പുത്രൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടത് എന്ത് എന്ന്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനായ ക്രിസ്തു കാൽവരിയിൽ മരിച്ചുവെങ്കിൽ മാത്രമേ, കാൽവരിയിൽ യാഗമായി തീർന്നുവെങ്കിൽ മാത്രമേ, ലോകത്തിൻ്റെ മുഴുവൻ പാപവും താൻ ചുമന്നുകൊണ്ട് ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനെ പോലെ മരിച്ചു വീണുവെങ്കിൽ മാത്രമേ മാനവകുലത്തിന് രക്ഷയുള്ളൂ. അതുകൊണ്ട് പിതാവായ ദൈവം സദാസമയത്തും പുത്രനോട് കൂടെ ആയിരിക്കുന്ന പിതാവായ ദൈവം പുത്രനെ കൈവിട്ടു. ലോകത്തിൻ്റെ സകല പാപവും ആ പുത്രൻ്റെ മേലാക്കി വെച്ചു. പാപമറിയാത്തവനെ പാപമാക്കി തീർത്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ രേഖപ്പെടുത്തി. കാരണം പാപമറിയാത്ത ഊനമില്ലാത്ത കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപവും തൻ്റെ ചുമലിൽ വഹിച്ചു. അങ്ങനെ വഹിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി തീർന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ദ ഗ്രേറ്റ് ഹ്യൂമൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ഉള്ളവരാകൊണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടെ പിറന്നവരായകൊണ്ട് അവരുടെ പാപത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജഡരക്തത്തോട് കൂടിയവനായി, മനുഷ്യനായി, വേഷത്തിൽ തന്നെ താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങിയ ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു കൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും തൻ്റെ ചുമലിൽ വഹിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ആ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരുടെ പാപത്തെ വഹിക്കുന്നതിന് വേണ്ടിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അബ്രഹാമിൻ്റെ സന്തതിയിൽ വീഴ്ച ഭവിച്ചതായിട്ടുള്ള മനുഷ്യരുടെ, ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപം ചുമക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള സമയത്ത് തിരുവചനം പറയുന്നത്, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ഭൂമി ശാപഗ്രസ്തമായി തീർന്നു എന്നാണ്. മനുഷ്യൻ അധിവസിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. ആദിമ മാതാപിതാക്കളായിരിക്കുന്ന ആദമിൻ്റെയും ഹവ്വയുടെയും പ്രവൃത്തി കാരണം. എന്നാൽ ഒടുക്കത്തെ ആദം, കർത്താവായ യേശു ക്രിസ്തു, ആ ശാപഗ്രസ്തമായിരിക്കുന്ന ഭൂമിയുടെ സകല ശാപങ്ങളും പാപങ്ങളും തൻ്റെ മേൽ വഹിച്ച ക്രൂശിൽ മരിച്ചതുകൊണ്ട് മറ്റു സകല മാനവകുലത്തിനും നിത്യജീവൻ ഒരുക്കിയെന്ന് കാണുവാൻ സാധിക്കും. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ അധിവസിച്ച ഒരു മനുഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന്, ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന്,
ഒരു മനുഷ്യൻ എപ്രകാരം ദൈവകൽപ്പനകൾ അനുസരിക്കണമെന്ന്, ഒരു മനുഷ്യൻ സഹവാസികളോട് എപ്രകാരമായിരിക്കണമെന്ന്, ഒരു മനുഷ്യൻ സ്വർഗത്തിലെ ദൈവത്തോട് എപ്രകാരമായിരിക്കണമെന്ന്, ദൈവകൽപ്പനകൾ എപ്രകാരം അനുസരിക്കണമെന്ന് ലോകത്തിന് മാതൃക കാണിച്ചിട്ട് പോയ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഒരു മാതൃക നമുക്ക് വച്ചേച്ച് പോയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ പിന്തുടരണം. ദ ഗ്രേറ്റ് ഹ്യൂമൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യൻ നമുക്കോരോരുത്തർക്കും വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് കൊണ്ട് ആ ക്രിസ്തുവിനെ നമുക്ക് പിന്തുടരാം. ആ ക്രിസ്തുവിൻ്റെ മാതൃകകളെ നമുക്ക് പിന്തുടരാം. ആ ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നതിന് ശേഷം ആ ക്രിസ്തു ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ക്രിസ്തു, സ്വന്തം ശിഷ്യന്മാരുടെ പോലും കാല് കഴുകി ഒരു താഴ്മയുടെ അനുഭവം എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ച ക്രിസ്തു, ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി എരിയുന്നൊരു വിളക്കായി ശോഭിച്ച ക്രിസ്തു, അനേകർക്ക് രോഗസൗഖ്യം നൽകിയ ക്രിസ്തു, അക്ഷരനായിരുന്നവരെ കൈപിടിച്ചുയർത്തിയതായിട്ടുള്ള ക്രിസ്തു, ഉപമകളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ക്രിസ്തു, മരിച്ചവരെ പോലും പരിശുദ്ധാത്മശക്തിയാൽ ഉയർപ്പിച്ച ദ ഗ്രേറ്റ് ഹ്യൂമൻ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ആ ക്രിസ്തുവിനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്കും നയിക്കുവാൻ സാധിക്കും. ആ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു ഒരു പുസ്തകം പോലും ഈ ലോകത്ത് എഴുതിയിട്ടില്ല. എന്നാൽ ഇന്ന് ലോകത്ത് അനവധിയായിരിക്കുന്ന പുസ്തകങ്ങൾ ആ ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ പ്രശസ്തി ലോകത്ത് അനവധിയായി ഉയർന്നിരിക്കുന്ന കാരണം ആ ക്രിസ്തു എന്ന വലിയ മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തോടുള്ള സമത്വം വിട്ട് ഭൂമിയിലേക്ക് വന്ന മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് ഈ ലോകത്തിന് മാതൃകയായതുകൊണ്ട് ആ ക്രിസ്തു മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ആയവർ ആകൊണ്ട് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ശ്രേഷ്ഠ പദവി വിട്ട ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അബ്രഹാമിൻ്റെ സന്തതിയെ, ഈ ലോകത്തിലെ സകല മനുഷ്യരെയും വീണ്ടെടുത്തത് കൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവിക ആധാരബന്ധങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ക്രിസ്തുവെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട ആ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ദൂതന്മാരുടെ ആരാധന വെടിഞ്ഞ്, ദൂതന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ആ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഇന്ന് അടിയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന വലിയ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിച്ച് അടിയങ്ങൾക്ക് മാതൃക കാണിച്ച വലിയ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയോട് പറ്റി ജീവിക്കുവാൻ അടിയങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ ചിറകുമുറയിൽ അവിടെ നിന്ന് വഹിക്കണം. സകല മാനവമോത്തോടെ നടക്കണം. സർവ്വ കാൽവരിയിൽ മരിച്ചു ഉയർത്തുന്നേക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.